ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ക്ലീനിങ് ടിപ്പുമായിട്ടാണ്. ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഞാനെന്നും പറയുന്ന പോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ക്ലീനിങ് ടിപ്പിലോട്ട് പോവാം. ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ഏത് ഡിഷ് വാഷ് ലിക്വിഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. ഇന്ന് 99% ആളുകൾ യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഡിഷ് വാഷ് ലിക്വിഡ്. ഇതിലേക്ക് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കേണ്ടതുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എത്ര കര പിടിച്ച പാത്രമാണെങ്കിലും നമ്മൾ വരച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. അപ്പോൾ ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു ലിക്വിഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഡിഷ് വാഷ് ലിക്വിഡാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ലിക്വിഡിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിലേക്ക് 1/4 ഗ്ലാസ് സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ തന്നെ നമുക്ക് പാത്രമൊക്കെ നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ വിനെഗർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയാണെങ്കിൽ കറിയൊക്കെ പെട്ടെന്ന് നമുക്ക് പോയി കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വിനെഗർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എക്സോയുടെ പൗഡർ ഉണ്ടല്ലോ, ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇത് നല്ലപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മാത്രമല്ല നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് കിട്ടുകയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ എനിക്ക് പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു സൊല്യൂഷൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ഒട്ടുമോ എന്നുള്ളൊരു സംശയം ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാവും. പക്ഷേ ആ ഒരു ഒട്ടലൊന്നും ഇതിനില്ല. നല്ല പോലെ പാത്രങ്ങൾ നമുക്ക് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രങ്ങൾ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സമയത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ എക്സോ പൗഡർ ചേർത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിവശത്തായിട്ട് ആ ഒരു പൗഡർ അടിഞ്ഞു കിടക്കും. അതില്ലാണ്ടിരിക്കാനാണ് ഞാനിത് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം സ്പഞ്ച് അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ ഓരോന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, സ്റ്റീൽ ഗ്ലാസ്സുകൾ, കുപ്പി ഗ്ലാസ്, ഇതിലൊക്കെ ചായക്കറയൊക്കെ ഉണ്ടാവും. വളരെ എളുപ്പത്തിൽ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കറ പിടിച്ചിട്ടുള്ള ഒരു ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് ആ ഒരു സ്പഞ്ച് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒറ്റ പ്രാവശ്യം നമ്മൾ ഡിപ്പ് ചെയ്താൽ തന്നെ ഒത്തിരി പാത്രങ്ങൾ നമുക്ക് കഴുകാൻ പറ്റും കേട്ടോ. ഇനി ഈ ഒരു ഗ്ലാസ് നോക്കി ഇതിൻ്റെ ഉൾവശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല പോലെ കറയുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഈ ഒരു സ്പഞ്ച് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ആ ഒരൊറ്റ തവണ ഡിപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നല്ല പോലെ തന്നെ നമുക്ക് ആ ഒരു കറയൊക്കെ പെട്ടെന്ന് നീങ്ങി കിട്ടും. മാത്രമല്ല ഒരുപാട് തവണ നമ്മൾ അരിച്ച് കൈയൊന്നും വേദനിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ഞാനിതാ 2ാമത്തെ ഗ്ലാസും ഉരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഉൾവശമൊക്കെ നല്ല പോലെ പോയി കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഗ്ലാസിൻ്റെ ഉൾവശം ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഞാൻ ഒരു കുഞ്ഞു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഡിപ്പ് ചെയ്തിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പാത്രങ്ങൾ ഉരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാത്രമാണ് കേട്ടോ. അതിൻ്റെ അടിവശമൊക്കെ നല്ല പോലെ തന്നെ കറയുണ്ട്. ഉൾവശത്തായാലും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാനെന്താ ഈ സോസ് പാനിൻ്റെ ഉൾവശം നന്നായിട്ട് തന്നെ ഉരച്ചെടുത്തിട്ടുണ്ട്. കറയൊക്കെ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറം സൈഡാണ് കേട്ടോ ഉരച്ചെടുക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പോലെ കറുപ്പ് കളർ തന്നെ ഉണ്ട്. അതും ഞാൻ ഇതേപോലെ തന്നെ ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉരച്ചെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് കഴുകി നോക്കാം. അപ്പോൾ ഞാനിതാ സോസ് പാന് കഴുകി എടുത്തിട്ടുണ്ട്.
അപ്പോൾ അതാ സോസ് പാനിൻ്റെ അടിവശത്തുള്ള കളറൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് നോക്കി നല്ല പോലെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലൊക്കെ നന്നായിട്ട് ചായക്കറി ഉണ്ടായിരുന്നു, അതെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ കറിയൊക്കെ പിടിച്ചിട്ടുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം, നല്ല റിസൾട്ടാണ്. ഇനി ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്ന ഈ ഒരു ചെരുവാണ്. ഈ ഒരു ചെരുവത്തിൻ്റെ അടിവശത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് തന്നെ കറ പിടിച്ചിട്ടുണ്ട്. അതും ഞാൻ ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നോക്കി ഈ ഒരു ചെരുവത്തിൻ്റെ അടിവശം നോക്കിയാൽ പാട് പോലും ഇല്ലാതെ നല്ല പോലെ എനിക്ക് ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ചെരുവം കഴുകിയെടുത്തതിന് ശേഷമുള്ളൊരു ലുക്കാണ് കേട്ടോ അത്. ഇനി പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്ക് എത്ര നമ്മൾ നീറ്റാക്കി കഴിഞ്ഞാലും കളറൊക്കെ മങ്ങി എണ്ണമയമൊക്കെ വന്ന് വൃത്തികേടാവാറുണ്ട്. എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ആ ഒരു മിക്സിലൊന്ന് സ്പഞ്ച് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് അതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ആ ഒരുക്കുന്ന സമയത്ത് തന്നെ നമുക്കതിൽ പിടിച്ചിട്ടുള്ള അഴുക്കുകൾ മുഴുവനായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സിങ്കിൻ്റെ എല്ലാ വശവും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കൊടുക്കാം. ഇനി ഇതുപോലെ കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ, അതുപോലെ സിങ്ക്, നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് ഒക്കെ അഴുക്കോ ഒക്കെ ആവുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണ്. 100% റിസൾട്ടുമാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു കുഞ്ഞ് ക്ലീനിങ് ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.